ഗൈസ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണം. അത്ര പേർക്ക് കളക്ഷൻസ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഞാൻ യൂസ് ചെയ്യണം കുറച്ച് ലിപ്സ്റ്റിക്കുകൾ ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് ലവർ ആണോ എന്ന് ചോദിച്ചാൽ ലിപ്സ്റ്റിക് ലവർ ആണ്. പക്ഷെ ഞാൻ നമ്മ നോർമലി ഗേൾസ് എല്ലാവരും ലിപ്സ്റ്റിക് പല പല ഷെയ്ഡ്സ് ഉപയോഗിക്കും. പിന്നെ മിക്കവർക്കും അങ്ങനെ റെഡ് ഷെയ്ഡ് ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് ന്യൂഡ് ഷെയ്ഡ് ആയിരിക്കും ഇഷ്ടം. പക്ഷെ ഞാൻ നേരെ തല തിരിച്ചു, എനിക്ക് ഈ റെഡ് ഷെയ്ഡാണ് ഇഷ്ടം. എല്ലാം ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ബുള്ളറ്റ് ലിപ്സ്റ്റിക്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഉണ്ടാ ഓരോ റിവ്യൂസും പിന്നെ നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞു തരാനായിട്ടൊക്കെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പൊ അതും കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ തുടങ്ങി. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇത്. മാൾസിന്റെ ഖൂബ്സൂരത് കുച്ചിപ്പിടി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. മിക്ക ഗേൾസും ഇതിന്റെ ഒരു ഫാനാണ് കേട്ടോ. ഞാനും ഇത് യൂസ് ചെയ്തപ്പോ ഇതിന്റെ ഫാനായി. ഞാനിപ്പോ നിങ്ങക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ഫേസ് ഒന്നും കൂടി കുറച്ച് ബ്രൈറ്റ് ആയ പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക്ക്. ഇത് വലിയ ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ, ബട്ട് ഷെയ്ഡ് കിഡിലെ ഷെയ്ഡ് നല്ല രസമുണ്ടായി. ഇത് ലിപ്പിലിരിക്കണമെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇട്ട് കഴിഞ്ഞാലും നമുക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകും ഈ ലിപ്സ്റ്റിക്ക്. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് നോക്കാം. ഇനിയുള്ള എല്ലാ ലിപ്സ്റ്റിക്കും ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ട്ടാ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ലിപ്സ്റ്റിക് തന്നെ എടുക്കാട്ടാം. ഇത് ഷുഗറിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് ട്ടാ. ഇതിന്റെ ഷെയ്ഡ് ഫൈൻ വൈൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഇതിന്റെ കുറെ നാളായി ഞാൻ ഇത് യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പേര് എനിക്ക് വായിച്ചിട്ട് കിട്ടുന്നുണ്ട്. 51 എന്ന് എഴുതിയിട്ടുണ്ട്. ഷെയ്ഡ് നമ്പർ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതിൽ ഓർമ്മ വന്നില്ല. ഇതും ഞാൻ വാങ്ങിച്ചിടത്തൊക്കെ ഭയങ്കര യൂസിങ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പത്തിനും ഞാൻ വേറെ ലിപ്സ്റ്റിക്കുകൾ വാങ്ങിച്ചു തുടങ്ങിയപ്പത്തിനും ഇതിന്റെ യൂസിങ് കുറഞ്ഞിട്ടാ. ഇത് ഞാന് സത്യം പറഞ്ഞ മാളിന്നാണ് കേട്ടോ മേടിച്ചത്. ഫോറം മാളിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലിപ്സ്റ്റിക്കിനെ പറ്റി അങ്ങനെ ഒരു അറിവില്ല. അവരുടെ അടുത്ത് പോയിട്ട് അവിടെ ഒരു പെണ്ണുങ്ങൾ നിൽക്കണ്ടാവില്ലേ കോസ്മെറ്റിക്സിലൊക്കെ, അവരുടെ അടുത്ത് പോയിട്ട് ഏത് ലിപ്സ്റ്റിക് ആണ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറഞ്ഞു തന്നിട്ട് ഞാൻ വാങ്ങിച്ച ലിപ്സ്റ്റിക്. ഇത് ഞാൻ വാങ്ങിച്ചത് 500 സംതിങ്ങിനാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത്. എന്നാലും ഇത് ഞാൻ അധികം യൂസേജ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇതും കൂടി ഞാൻ ഇട്ട് കാണിച്ചാൽ ഇതും നല്ല ബ്രൈറ്റ് ആണ് ട്ടാ. ഇത് നമ്മ ഇട്ടാൽ തന്നെ നമ്മളെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടണുള്ളൂ കേട്ടോ, കൈവച്ചേക്കാനായിട്ട് ഇടക്കുള്ളൂ. കണ്ടാ, ഒരു തുള്ളി ഇട്ടാൽ തന്നെ നമ്മളെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നും. നമ്മ വേറെ ഫേസിൽ മേക്കപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ കയ്യിൽ കണ്ട ഒരു ഇത്തിരി എടുത്തിട്ടാണ്. നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കണേന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. കണ്ടാ, നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്താൽ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും ഫേസ്. നമുക്ക് ഫേസിൽ വേറെ സെപ്പറേറ്റ് മേക്കപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതും അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡൊക്കെ അടിപൊളിയാണ്. ഇതൊരു നല്ല ഡാർക്ക് മജന്ത എന്നൊക്കെ പറയൂലേ, നല്ല ഡാർക്ക് മജന്ത കളർ എന്നൊക്കെ പറയൂലേ, അതേപോലത്തെ ഒരു കളറാണ് ഇത്. ഇത് ഇട്ടാ തന്നെ നമ്മളെ ലിപ്സിൽ സെറ്റ് ആയി പോകട്ടെ. കണ്ടോ, ഒട്ടും സ്മഡ്ജ് ആവൂല. പിന്നെ വാട്ടർ പ്രൂഫ് ആണോന്ന് ചോദിച്ചാൽ കുറച്ചാണ്, അത്രക്ക് വലിയ വാട്ടർ പ്രൂഫ് അല്ല. സ്മഡ്ജ് ആവൂല. പിന്നെ ഇത് എനിക്ക് തോന്നുന്ന ഒരു 3-4 hours നിൽക്കും തോന്നുന്നു. അത് കഴിയുമ്പോഴത്തേനും നോർമൽ ആയിട്ട് പോകും. നമ്മ ഫുഡൊക്കെ കഴിച്ച് നല്ലോണം ഫുഡൊക്കെ കഴിക്കൂല, അപ്പോഴൊക്കെ തന്നെത്താനെ ലിപ്സിന്ന് പോകൂട്ടത്. അപ്പൊ നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. ഇത് റിമൂവ് ചെയ്യാൻ കുറച്ച് പാടാണ്, എന്നാലും കുഴപ്പമില്ല, പോണില്ല. ഇട്ടിട്ടൊക്കെ നമ്മ റിമൂവ് ചെയ്യാനായിട്ട് നോക്കിയാൽ പോകൂല. ഇത് കണ്ട, എന്തൊക്കെ ചെയ്താലും പോകൂല. ഇത് കണ്ട, ഫസ്റ്റ് ആയിട്ട് ന്യൂഡ് ഷെയ്ഡ് വാങ്ങിക്കണ ഷെയ്ഡ് ഇതാണ്. ഇത് മെയ്ബ്ലിൻ ന്യൂയോർക്കിന്റെ തന്നെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത്. ഇതൊരു റിവ്യൂ ഒന്നും കണ്ടിട്ട് വാങ്ങിച്ചല്ല. ഇത് ഞാൻ മാളിൽ പോയിട്ട് ന്യൂഡ് ലിപ്സ്റ്റിക് ഏതാണോ ഉള്ളതെന്ന് ചോദിച്ചിട്ട് അവര് ഷെയ്ഡുകൾ കാണിച്ച് അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ച ഷെയ്ഡാണ് ട്ടാ. ഇതും അത്രക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷെ ഇതിന്റെ ഷെയ്ഡ് അടിപൊളിയാണ്. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് ട്ടാ. ബ്രൗൺ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടും. അടിപൊളി ഷെയ്ഡല്ലേ. എനിക്ക് ഇതിന്റെ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മ എവിടെങ്കിലൊക്കെ പോകുമ്പോ ഈ ലിപ്സ്റ്റിക്കിനെ വിശ്വസിച്ച് പോകാൻ പറ്റൂല. കാരണം കുറച്ച് കഴിയുമ്പത്തിനും, ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ഞാന് ഫിലിമിനൊക്കെ പോകുമ്പോ ഇത് അടിച്ചിട്ട് പോകട്ടാ. ഫിലിമിന് പോയി വരൂലേ, ഫിലിമിന് പോയി വരുമ്പത്തിന് ചുണ്ടിൽ ഒരു തരി പോലും ഉണ്ടാവില്ല. അതെവിടെ പോയി ആർക്കും അറിയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ഉടായ്പ ലിപ്സ്റ്റിക് ആണ് ഇത്. പക്ഷെ എനിക്ക് ഇതിന്റെ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങിച്ചത് 300-350ക്കുള്ളിലാണ് ഞാൻ ഇത് വാങ്ങിച്ചത്.
ഇനി നമുക്ക് നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് എന്റെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭയങ്കര ന്യൂഡ് ലിപ്സ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയട്ടെ. ഇതാണ്. ഇത് വേറെ ഒന്നല്ല, സൈൻ ആൻഡ് മൈസന്റെ വുഡ് ബൈ ന്യൂഡ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ആണ് ട്ടാ. ഇത് മറ്റേ ജാസ്മിൻ ജാഫറിന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞ ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. അങ്ങനെ കണ്ട് പിന്നെ നല്ല ന്യൂഡ് ലിപ്സ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ് ട്ടാ ഈ ഒരു ലിപ്സ്റ്റിക്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. ഇത് വാഷ് ഔട്ട് ആയിട്ട് നിൽക്കണവർക്ക് ഒരു ലിപ് ലൈനർ വെച്ച് ലൈൻ ചെയ്ത് കൊടുത്താൽ കിടിലായിരിക്കും. ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിന് 300 സംതിങ് ഉള്ളൂ. പക്ഷെ ഇതിനിപ്പോ ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ 400 സംതിങ് ഉണ്ട് കേട്ടാ. നല്ലൊരു അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ് കേട്ടാ. ഷെയ്ഡൊക്കെ അടിപൊളിയാണ്. ഇതും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, എന്നാൽ അധികം ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇത് ചിലവർക്ക് വാഷ് ഔട്ട് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. നല്ല ഫേസ് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കണവർക്കൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഓവർ ആയിട്ട് വാഷ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുത്താൽ സെറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. ലിപ്സ്റ്റിക് വന്നിട്ട് ഒരു വെറൈറ്റി ലിപ്സ്റ്റിക് ആണ്. വേറെ ഒന്നല്ല, ഇതിൽ ഒരു ലിപ് ടിന്റ് ആണ്. ലിപ്സ്റ്റിക് ആയിട്ടും ലിപ് ടിന്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യണത്. ഇത് യൂട്യൂബിൽ റിവ്യൂ ഞാൻ കുറെ തപ്പിയിട്ട് അന്വേഷിച്ച് ഞാൻ വാങ്ങിച്ച ലിപ്സ്റ്റിക് ആണ്. പക്ഷെ ഇത് കിഡില സാധനമാണ്. ഇതിന്റെ ഷോർട്സ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ലിപ്സ്റ്റിക് ആണ്. 300 സംതിങ്ങിനാണ് ഞാനിത് വാങ്ങിച്ചത്. ലിപ്റ്റിന്റെ ഏതാണ് ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇതേ പറയുള്ളൂ കേട്ടാ. പിന്നെ വേറെ ഫേവറേറ്റ് ചോദിച്ചാൽ എനിക്ക് പറയാൻ വേറെ അറിഞ്ഞൂടാ. വേറെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടാ. പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണ ലിപ്റ്റിന്റെ ആണ്. ഇത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. അപ്പൊ നമുക്ക് ഇതും ട്രൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ് ഇത്. ഇത് കണ്ടോ? ഒരു ഗ്ലോസി ഇതിലാണ്ടാ നിക്കണത്. പിന്നെ നമുക്ക് ഈ ടിന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ടിന്റ് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒപ്പിക്കൊടുത്താൽ നല്ല നാച്ചുറൽ, ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കണ പോലെ നമുക്ക് തോന്നൂല. നല്ല നാച്ചുറൽ റെഡ് ലിപ്സ് ഒക്കെ ഇല്ലേ, അതേപോലെ തോന്നൂട്ട്. നമ്മൾ നോർമലി ജസ്റ്റ് പുറത്തൊക്കെ പോലെ ഈ കടയിലൊക്കെ പോകുമ്പോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊരു ഇത്തിരിയായിട്ട് കൊടുക്കുള്ളൂ. അപ്പൊ നല്ല നാച്ചുറൽ ലിപ്സ് പോലെ ഇരിക്കും. ഈ ലിപ്സ്റ്റിക്ക് നമ്മ എന്തോരം റിമൂവ് ചെയ്താലും അതിന്റെ ടിന്റ് അവിടെ തന്നെ നിൽക്കും. ഇതാണ്ട് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട്. ഈ ഷെയ്ഡ് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ രീതിക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ടോ? എനിക്ക് അങ്ങനെ ചേരണില്ല ഈ ഷെയ്ഡ്. അതുകൊണ്ട് ഈ ഷെയ്ഡ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യൂലാട്ടോ. എന്തെങ്കിലുമൊക്കെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് എടുത്ത്, അല്ലാണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ അങ്ങനെ ഇടാം. ഞാൻ ഈ കാണിക്കണ 3 മേബിലിൻ ന്യൂയോർക്കിന്റെ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക് ആണ്ടാ. ഇതും ഞാൻ എന്തോ 500 സംതിങ്ങിനാണ് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചത്. സൈൻ ആൻഡ് മൈസന്റെ ലിപ്സ്റ്റിക് കാണിച്ചില്ലേ, അതേപോലെ തന്നെ നല്ല ന്യൂഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇതും. കണ്ടോ? ഇതും ഭയങ്കരമായിട്ട് മറ്റേ ലിപ്സ്റ്റിക്കിന്റെ അത്രയും ഒരു ഇത് തോന്നൂല. ഇതിനും എന്തെങ്കിലുമൊക്കെ ലിപ് ലൈനർ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടെ മിക്സ് ചെയ്ത് അടിക്കാനേ കൊള്ളൂ. എനിക്ക് അത്ര ചേരണ പോലെ ഈ 2 ലിപ്സ്റ്റിക്കും എനിക്ക് അത്ര ചേരണ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നമ്മളെ ലാസ്റ്റത്തെ ലിപ്സ്റ്റിക് ആണ് ഇത് മെബ്ലിൻ ന്യൂയോർക്കിന്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 20 പിയോണർ എന്നാണ് ട്ടാ ഈ ഷെയ്ഡ്. ഇത് ലാസ്റ്റ് ആയിട്ട് ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമുക്ക് നമ്മളെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന ഷെയ്ഡാണ് ട്ടാ ഇത് 2 ഷെയ്ഡും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന ഷെയ്ഡ്. അതുകൊണ്ട് ഇതൊന്നും ഞാൻ ഇതിന്റെ നോർമലി ലിപ്സ്റ്റിക്കിന്റെ ഇത് വെച്ച് ഞാൻ സ്വൈപ്പ് ചെയ്യില്ല. കയ്യിലൊരു ഇത്തിരി എടുത്തിട്ട് ചുണ്ടിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. ഇത് തന്നെയാണ് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ ഇത് തന്നെ ഞാൻ ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യൂട്ടാ. അപ്പൊ ബ്ലഷും അവിടെ തന്നെ ഞാൻ കണ്ട് നിന്നോളോലോ. എങ്ങനെ ബുദ്ധി. അപ്പോ ഇന്നത്തെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സിന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടാ. എന്റെ സംസാരം കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ലിപ്സ്റ്റിക്കുകളെ പറ്റി ഒരു കുന്തവും അറിയില്ല. ഞാൻ യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിന്റെയൊക്കെ റിവ്യൂ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ ലിപ്സ്റ്റിക്കുകൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതും പിന്നെ ഞാൻ ഇഷ്ടപ്പെടാത്തതുമായ ലിപ്സ്റ്റിക്കും കൂടി ഞാനിപ്പോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം എല്ലാ ഷെയ്ഡ്സും എല്ലാവരും സ്കിൻ ടോണിന് ചേരണം എന്നില്ല. അപ്പൊ നമ്മളെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടാറ്റാ.